കർത്താവിന്റെ സുവിശേഷവുമായി കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ഒരു സാവകാശം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനാൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. സംഭവവിപുലമായ വാർത്തകൾ കൊണ്ട് ഈ ലോകം നിറഞ്ഞിരിക്കുമ്പോൾ മനുഷ്യരൊക്കെ നിർജീവന്മാരായി എന്തൊരു ജീവിതം, എന്തൊരു കണ്ണുനീര് എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യുദ്ധത്തിന്റെ ആയിരിക്കുന്ന കെടുതികൾ നിമിത്തമായിട്ട് ലോകം മുഴുവനും നെടുവീർപ്പിട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. കർത്താവായ യേശു വാഗ്ദത്തം ചെയ്ത ദൈവികമായിരിക്കുന്ന വാഗ്ദത്തിന്റെ നിവർത്തി ഇന്ന് ലോകത്ത് അത് നിറവേറിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് താൻ അരുളി ചെയ്തതും തന്റെ അരുമ ശിഷ്യന്മാർ ഏറ്റു പറഞ്ഞതുമായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വചനങ്ങളൊക്കെയും ഇന്ന് ലോകത്ത് നിറവേറിക്കൊണ്ടിരിക്കുന്നു. സ്നേഹിതരെ, നമ്മളെല്ലാം ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് സ്ഥാനാർത്ഥികളൊക്കെയും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവര് ജയിക്കും എന്നുള്ള കണക്കൂട്ടൽ, അതേ അടിസ്ഥാനപരമായിരിക്കുന്ന ഒത്തിരി കണക്കുകളെല്ലാം നോക്കിക്കൊണ്ട് അവർ ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥികളും ഈ ദേശത്തുള്ളവരും അത് വളരെ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന സമയമാണ്. അനേകം ആളുകൾ തീർത്ഥയാത്രകൾ ചെയ്യുന്നു, നൊയമ്പുകൾ നോക്കുന്നു. ചില ആളുകളൊക്കെയും ഒത്തിരി ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് ദൈവത്തിൽ നിന്ന് ഒരു നന്മ കിട്ടും, അനുഗ്രഹം കിട്ടി, അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് അത് MLA ആയി തീരാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുണ്യ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചും പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്ത് അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഒരു സ്ഥാനാർത്ഥി മാത്രമേ ജയിക്കത്തുള്ളൂ, ഒരാൾക്ക് മാത്രമേ അത് ജയിച്ചു വരാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ ഞങ്ങൾ ഇന്ന് ഏതാനും മിനിറ്റുകൾ നിങ്ങളുമായിട്ട് പറഞ്ഞു വരുന്ന വചനം എന്ന് പറയുന്നത് ജയിച്ച ഒരാളുണ്ട്, എല്ലാറ്റിനെയും ജയിച്ച ഒരാളുണ്ട്. പാപത്തെ ജയിച്ച, മരണത്തെ ജയിച്ച, പാതാളത്തെ ജയിച്ച, ഈ ലോകത്തെ ജയിച്ച യേശു കർത്താവ്. ഈ ലോകത്തുള്ള മറ്റുള്ള മഹാന്മാരെല്ലാം പരാജയപ്പെട്ടു പോയി. അവർ ജനിച്ചു, വളർന്നു, അല്ലെ അവതരിച്ചു, ഈ ലോകത്ത് ജീവിച്ചു. എന്നാൽ മരണം അവരെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഇന്ന് ലോകത്ത് നമുക്കറിയാം അനേക ശവകുടീരങ്ങളുണ്ട്, മമ്മികളുണ്ട്, അനേകമായിരിക്കുന്ന ആളുകളെ അടക്കിയിരിക്കുന്ന കല്ലറകളുണ്ട്. അവരെല്ലാം മണ്ണ് പോയി മരണത്തിന് മുമ്പിൽ തോറ്റുപോയപ്പോൾ ഇതാ ഒരുവൻ മരണത്തെ ജയിച്ചിരിക്കുന്നു. അവനത്രേ കർത്താവായ യേശു. യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1:18 യേശു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാകുന്നു. മരണത്തിന് യേശുവിനെ കീഴടക്കി വെക്കാൻ പറ്റില്ല. തിരുവചനം പറയുന്നു, യേശു കർത്താവ് ഈ ലോക ജീവിതത്തിൽ യാത്രയിൽ 3 വ്യക്തികളെ പ്രത്യേകമായിട്ട് മരിച്ചുപോയവർ ഉയർപ്പിച്ചതായിട്ട് പറയുന്നുണ്ട്. പള്ളി പ്രമാണിയായിരുന്ന